അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസീസ് ഡ്രീംസ് കിച്ചൻ. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നിറയെ ആരുകളൊക്കെയുള്ള ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയാലോ. ഞാനിവിടെ 2 കപ്പ് റേഷൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വാരി ഒരു 4 മണിക്കൂർ കുതിർത്തെടുത്താണ് കേട്ടോ. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് ചോറിട്ട് കൊടുക്കാം. 4 ഏലക്കയും 1 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 350 ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇനി ഇത് തിളച്ച വഴി തന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പില്ലാത്ത ശർക്കരയാണെങ്കിൽ 1 നുള്ളു ഉപ്പും 1 നുള്ളു സോഡാപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിതൊരു അരമണിക്കൂർ മാറ്റി വെച്ചായിരുന്നു കേട്ടോ. ഇനി ഇത് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല, അപ്പം തന്നെ നമുക്ക് തയ്യാറാക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എടുക്കാം കേട്ടോ. കുറച്ച് തേങ്ങാക്കൊത്ത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. ഇനി ഒരു 6 അല്ലി ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും കൂടി അതിലിട്ട് ഒന്ന് മൊരിയിച്ചിട്ട് നമുക്ക് കോരി മാറ്റാം. ഇതിൽ നിന്ന് പകുതി മിക്സ് നമുക്ക് ഈ മാവിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആ ചൂടായി കിടക്കുന്ന കുക്കറിലേക്ക് തന്നെ നമുക്ക് ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ആ തേങ്ങാക്കൊത്തും ഉള്ളിയും കറിവേപ്പിലയും കൂടി മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വളരെ കുറഞ്ഞ തീയിൽ നമുക്ക് കുക്കറിൻ്റെ വിസിൽ മാറ്റിയതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അടിയിൽ ഒരു പഴയത് ഇതുപോലുള്ള ഒരു പാത്രം വെക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് അടിയിലൊന്നും പിടിക്കാതെ കരിഞ്ഞു പോകാതെ കിട്ടും കേട്ടോ. ഇനി ഇത് നോൺ സ്റ്റിക്ക് പാനിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇത് വെന്തോന്ന് അറിയാനായിട്ട് ഒരു ഈർക്കിലിയോ നൈഫോ വെച്ചൊന്ന് കുത്തി നോക്കാം. അത് ഇതിൽ പൊട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇത് വെന്തെന്നാണ് കേട്ടോ. ഇനി നമുക്ക് തണുത്തതിന് ശേഷം കുക്കറിൽ നിന്ന് അടർത്തി മാറ്റാം. നമ്മുടെ അടിപൊളി നല്ല സോഫ്റ്റും ടേസ്റ്റും നിറയെ ആരുകളോടുകൂടി നമ്മുടെ കലത്തപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കാൻ മറന്നു പോകരുത്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഫൗസീസ് ഡ്രീംസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ വലതുവശത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി കലത്തപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള കലത്തപ്പമാണ്. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി കാണുന്നവരെയും അസ്സലാമ ബായ്.